ഇലക്ഷനൊക്കെ വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് കാട്ടാക്കട മണ്ഡലത്തിലാണ്. അപ്പോൾ ഇവിടെ 10 വർഷത്തെ വികസന മാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ IB സതീഷ് MLA ഒരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് കാട്ടാക്കടയിൽ പലതരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു റോഡ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എന്തുമാത്രം വികസനം കൊണ്ടുവന്നു എന്നുള്ളത്. എൻ്റെ കൂടെ രതീഷ് ചേട്ടനുണ്ട്. ചേട്ടാ, അവരുടെ ഒരു 10 വർഷത്തെ വികസന മാതൃക വികസനങ്ങൾ കൊണ്ടുവന്നത് ചേട്ടൻ ആ ഒരു ബുക്ക് കണ്ടിരുന്നോ? ബുക്ക് കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം അന്തം വിട്ട് നിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പൊന്നറ എന്ന പ്രദേശമാണ്. കാട്ടാക്കട ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു പോക്കറ്റ് റോഡാണ്. ഈ റോഡിന് വേണ്ടി ഏകദേശം ഒരു 10 മാസം മുമ്പേ നമ്മുടെ MLA ഇവിടെ ഒരു എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ടൊരു റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ടൊരു കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റിയിൽ ഇതിനു വേണ്ടി 60 ലക്ഷം രൂപ ഉടനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാലം ഇതുവരെ നമ്മൾ ഈ ബുക്ക് കണ്ടപ്പോഴാണ് അന്നം വിട്ട് നിൽക്കുന്നത്. നേര് മാത്രമെന്ന് പറഞ്ഞാൽ ഈ ബുക്കിനകത്ത് ഏകദേശം 217 ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായി നന്നാക്കി എന്നുള്ള ഇതിലാണ് ഈ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ 18ാമത്തെ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കിള്ളി കാട്ടാക്കട പൊന്നറ റോഡ് നവീകരണത്തിന് 60 ലക്ഷം രൂപ കൊടുത്ത് നന്നാക്കിയെന്നാണ് ഈ ബുക്കിൽ അച്ചടിച്ച് വന്നിട്ടുള്ളത്. ഇത് സത്യവിരുദ്ധമാണിത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിനകത്തുള്ളത്. 50% ഇതിനകത്ത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. MLA ഇത്രയും എന്തോ പറയുന്ന വലിയ ഹോരാഹോരം പ്രസംഗിച്ചാണ് പല കാട്ടാക്കട മേഖലകളിലുള്ള മണ്ഡലത്തിനകത്തുള്ള എല്ലാ റോഡുകളും നന്നാക്കിയെന്നാണ് ഈ ബുക്കിനകത്ത് പറഞ്ഞത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. നിങ്ങൾ സത്യമായ കാര്യങ്ങൾ മാത്രം അച്ചടിച്ച് ഇലക്ഷനിൽ MLA പ്രചരണം നടത്തണമെന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് പൊതുവെ പുറമേയുള്ള റോഡുകൾ മാത്രം പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ പേരിന് വേണ്ടി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറച്ച് ടാറൊക്കെ ഇട്ട് ജനങ്ങളെ പറ്റിക്കും. ഇതുപോലുള്ള ഒരുപാട് ഉൾറോഡുകളുണ്ടല്ലേ, വികസനത്തിന്റെ പേരിൽ അവർ വഞ്ചിക്കപ്പെടുകയാണ് ജനങ്ങൾ. തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ നിങ്ങൾ വന്ന് കണ്ടേണ്, ഈ റോഡിന് 60 ലക്ഷം രൂപ ചെലവാക്കി നന്നാക്കിയെന്നാണ് വാദിക്കുന്ന MLA. പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടാണ്, വാർത്തയിൽ കാണുന്നതാണ് ഈ റോഡിന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. എന്തിനാണ് ഇങ്ങനെ കള്ളം പ്രചരണം നടത്തിയിട്ട് വോട്ട് പിടിക്കുന്നത്? ഇത് ശരിയായ ഒരു വ്യവസ്ഥയല്ല. അപ്പം ഇനിയും ജനങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കണോ അല്ലേ? ഇനി വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ജനങ്ങളോട് എന്താണ് ഇവിടുത്തെ ഒരു പൗരൻ എന്ന രീതിയിൽ പറയാനുള്ളത്? ഈ പുള്ളി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് എനിക്ക് പറയേണ്ടത്. സത്യവിരുദ്ധമായ കാര്യങ്ങളൊന്നും പറയല്ലേ. ഒരു ബുക്കിൽ അച്ചടിച്ച് വരുമ്പോഴത്തേക്ക് സത്യമായ കാര്യങ്ങൾ തന്നെ വേണം ഒരു MLA ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാറുണ്ടോ? എത്രയുണ്ട്. അപ്പൊ 10 വർഷത്തെ വികസനത്തിന്റെ ഇതാണ് നമ്മുടെ ഈ ഒരു ബുക്കിലൊക്കെ കാണിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപ മുടക്കി റോഡുകളൊക്കെ നല്ല വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇവിടെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന വികസനം സ്വന്തം പോക്കറ്റ് വികസിച്ചേ ഉള്ളൂ, അല്ലാതെ റോഡ് വികസിച്ചില്ല. ഇല്ല, ഇതുപോലെ ഒരുപാട് കാഴ്ച ഇനി കാട്ടാക്കടയിലുണ്ട്. അങ്ങോട്ട് പോയി കാണാനല്ല, ഒരുപാട് കാണാം. 5 കൂടെ അങ്ങോട്ട് പോയി കാണാം. അപ്പൊ ഇത്തരത്തിൽ ഒരു 10 വർഷം കൊണ്ട് അദ്ദേഹം ഭരിച്ചിട്ട് ഇത്തരത്തിലൊരു ബുക്കിൽ വ്യാജ പ്രചരണങ്ങളാണോ നടത്തുന്നത്, ഈ എഴുതി വെച്ചേക്കുന്നത്? എല്ലാം കാണാമല്ലോ, നമുക്ക് കണ്ട് കാഴ്ച അധികാരം നമ്മളല്ലേ ആണെല്ലാവർക്കും. ചേച്ചി ഇതുവഴിയുള്ള സ്ഥിരം യാത്രക്കാരിയാണോ? അതെ. അപ്പൊ എത്ര നാളായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു? കുറെ കാലമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. വികസന പദ്ധതികളിലൊക്കെ ഈ റോഡുകളെല്ലാം ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താ പറയാനായിട്ടാണ്, ഇത് തന്നെയാണ് മാറി പറഞ്ഞ ഭരണങ്ങൾ. അതുവരെ ആരും ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവിടുത്തെ MLA അദ്ദേഹം ഒരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്തുമാത്രമാണ്, ഇവിടെ റോഡ് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓരോ ഭാഗത്തും റോഡുകളുടെ പണി നടത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് സാധാരണക്കാരെ അല്ലെങ്കിൽ അവരെ പറ്റിക്കുന്ന ഒരു തന്ത്രമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, അങ്ങനെ വേണേലും പറയാം. ഈ റോഡിനെ സംബന്ധിച്ച് ഇത് റോഡ്, ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. ജംഗ്ഷൻ കവർ ചെയ്യാതെ ഇതുവഴി ട്രിവാൻഡ്രം പോകുന്നവർക്ക്, ഈ ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനമുള്ള വഴിയാണിത്. പക്ഷെ ഇതിനെ ഇങ്ങനെ അവഗണിച്ചിട്ടിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഇവിടെ അടുത്ത് കോടതിയും ഉണ്ട്. അവിടെ ഒത്തിരി ആൾക്കാർ ദിനം പ്രതി സഞ്ചരിക്കുന്ന ഒരു വഴി കൂടിയാണ്. അതെ അതെ അതെ, ഒത്തിരി പേര് വന്നു പോകുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആദ്യമേ തന്നെ പരിഗണനയിൽ വരേണ്ടതാണ്. അതുകൊണ്ട് ഈ റോഡ് 60 ലക്ഷം രൂപ കൊടുത്ത് നന്നാക്കിയെന്ന് പറയപ്പെടുന്ന ഒരു റോഡാണ്. അപ്പോൾ ആ റോഡ് തന്നെ ഇങ്ങനെ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് നന്നാക്കിയെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വികസന ബുക്കിലൂടെ പറയുന്നതാണ്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അല്ല, ഈ റോഡ് കുറേ കാലമായിട്ട് ഇതിങ്ങനെ തന്നെയാണ്. ഇവിടെ വികസനമൊന്നും തന്നെ പഞ്ചായത്തിൻ്റെ തന്നെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പഞ്ചായത്തിൻ്റെ എന്തോ ഫണ്ട് വെച്ചാണ് ഇതിനപ്പുറം അവിടെ കുറച്ച് ദൂരം ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവിടെ പകുതി ദൂരം മതി, വേറെ വാർഡാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. കുളത്തുമ്മൽ വാർഡും പൊന്നറ വാർഡും അങ്ങനെ വന്നതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കുറേ കാലമായിട്ട് ഇതിങ്ങനെ തന്നെയാണ്.
അപ്പം ആ ബുക്കിലൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. വെറുതെ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഇവിടെ ഒരു എന്തെങ്കിലും ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു മാറ്റം വേണം, ആവശ്യമാണ്, അനിവാര്യമാണ്. കാരണം കുറേ കാലമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മുൻമാറി വരട്ടെ. ഇനിയൊരു തുടർഭരണം സാധ്യമാണോ? ഇല്ല. കാട്ടാക്കട മണ്ഡലത്തെ സംബന്ധിച്ചുള്ള എന്താണ് ഇവിടുത്തെ പൊതുവേ ഉള്ളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട്? അങ്ങനെ എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ അറിഞ്ഞൂടാ. എന്നാലും ഒരു മാറ്റം വേണം, മാറി വരട്ടെ. എല്ലാവരും വരണമല്ലോ, മാറ്റം വരട്ടെ.